നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് ശ്രീധർ. പ്രധാന വാർത്തകൾ. കോഴ ജില്ലാ കൃഷിത്തോട്ടത്തിൽ ഓപ്പറേഷൻ പറക്കത്താനം പദ്ധതിക്ക് തുടക്കം. കളത്തൂരിൽ മാതാവിന്റെ തിരുസ്വരൂപത്തിന്റെ കൈ തകർത്ത സംഭവം. പോലീസ് അന്വേഷണം തുടരുന്നു. വിശുദ്ധ അൽഫോൺസാമ്മ സുഹൃത്തുക്കളുടെ വിളനിലമെന്ന് മാർ ജെയിംസ് പഴയാറ്റിൽ. കോഴ പാലാ റോഡ് വീതി കൂട്ടിയുള്ള വികസനം നാട് കാത്തിരിക്കുന്നു. അതിവേഗ റെയിൽവേ കോറിഡോർ പദ്ധതിക്കായി ഹെലികോപ്റ്റർ സർവേ നടത്തി. വാർത്തകൾ വിശദമായി. കോഴ ജില്ലാ കൃഷിത്തോട്ടത്തിൽ വൻ വികസന സാധ്യതകൾ ഉയർത്തി ഓപ്പറേഷൻ പറക്കത്താനത്തിന് തുടക്കം. കാട് പിടിച്ചു കിടക്കുന്ന 7 ഏക്കർ ഭൂമിയിൽ കൃഷി ഇറക്കി ഉദ്യോഗസ്ഥർ മാതൃകയായി. പദ്ധതി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാധാ വി നായർ ഉദ്ഘാടനം ചെയ്തു. കോഴായിലെ കോട്ടയം ജില്ലാ കൃഷിത്തോട്ടത്തിൽ 20-ലേറെ വർഷമായി തരിച്ചിട്ടിരുന്ന കൃഷിഭൂമി ഫലവൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കുന്ന ഓപ്പറേഷൻ പറക്കിത്താനം പദ്ധതിക്ക് തുടക്കമായി. 1957-ൽ EMS സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച കോഴ ഫാമിൽ പറക്കിത്താനം മേഖലയിൽ ആരംഭഘട്ടത്തിൽ കശുമാവ് കൃഷി ചെയ്തിരുന്ന പ്രദേശമാണ്. ഉൽപാദനക്ഷമത കാര്യമായിട്ടില്ലാത്ത മാവിൻ വൃക്ഷങ്ങളായിരുന്നതിനാൽ ഈ പ്രദേശത്തേക്ക് അധികൃതർ തിരിഞ്ഞുനോക്കിയിരുന്നില്ല. കശുമാവിൻ വൃക്ഷങ്ങളും പഴത്തടികളും വളർന്ന് വൻ കാടായി മാറിയ ഈ മേഖല ഇഴജന്തുക്കളുടെയും കാട്ടുമൃഗങ്ങളുടെയും വിഹാരകേന്ദ്രമായിരുന്നു. അതിനാൽ തൊഴിലാളികളോ സമീപവാസികളോ പോലും ഇവിടേക്ക് വരാറില്ലായിരുന്നു. ഫാമിന്റെ കാവൽക്കാർ പോലും എത്താത്ത ഈ മേഖല മോഷ്ടാക്കളുടെയും കയ്യേറ്റക്കാരുടെയും പിടിയിലുമായിരുന്നു. ഫാമിൽ പുതുതായി ചാർജ് എടുത്ത സൂപ്രണ്ട് യു കവിത, കൃഷി ഓഫീസർമാരായ KS പ്രദീപ്, ജോസ് ചിറത്തടം എന്നിവരുടെ നേതൃത്വത്തിൽ 1 മാസക്കാലമായി നടത്തിയ തീവ്ര പരിശ്രമമാണിപ്പോൾ വിജയം കണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ പറക്കിത്താനം എന്ന പേരിൽ നടപ്പിലാക്കിയ പദ്ധതിയനുസരിച്ച് JCB ഉപയോഗിച്ച് ഭൂമി ഉഴുതുമറിച്ച് പാഴ്ത്തടികൾ പിഴുതുമാറ്റി ഭൂമി കൃഷിക്ക് ഉപയുക്തമാക്കുകയായിരുന്നു. തുടർന്ന് ഫലവൃക്ഷത്തൈകളുടെ മാതൃവൃക്ഷത്തോട്ടം സ്ഥാപിക്കുന്നതിന് പരിശ്രമം തുടങ്ങി. ഫാമിലെ തൊഴിലാളികളുടെ സമ്പൂർണ്ണ പിന്തുണ പദ്ധതിക്ക് ലഭിച്ചതോടെ ഉദ്യോഗസ്ഥരും തൊഴിലാളികളും പദ്ധതിയുടെ വിജയത്തിനായി ഒന്നിച്ച് കൈകോർത്തു ലക്ഷ്യത്തിലേക്ക് ചുവടുവച്ചു. മാവ്, പ്ലാവ്, സപ്പോട്ട, പേര, ചെറി, വെട്ടിപ്പഴം, കൊരണ്ടി, പൂച്ചക്ക എന്നിവയ്ക്ക് പുറമെ പുതിയയിനം ഫലവൃക്ഷങ്ങളായ റംബുട്ടാൻ, മാങ്കോസ്റ്റിൻ, പുലാമ്പാൻ, ദുരിയാൻ എന്നിവയടക്കമുള്ളവ ഉൽപ്പാദിപ്പിച്ച് കൃഷിക്കാർക്ക് ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. വെള്ളിയാഴ്ച പറക്കിത്താനത്ത് നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാധാ വി നായർ ആദ്യ ഫലവൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. എന്തായാലും പുതിയ ഓഫീസർ വന്നതിന് ശേഷം നൂതനമായ കാര്യങ്ങൾ ആരും അവിടെ രണ്ടുപേരും തുടങ്ങി വെച്ചു. കാര്യങ്ങൾ നടത്തുവാനുള്ള ആ മനസ്സുമായി മുന്നോട്ട് വന്നതിന് ഞാൻ അങ്ങേയറ്റം ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം എപ്പോഴും പറയാറുണ്ട്, എന്നെ വിളിക്കാറുണ്ട്, പറയാറുണ്ട്. നമുക്കിത് കാര്യമായിട്ട് ആലോചിച്ചോണം. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലൂടെയാണ് കാര്യങ്ങൾ ഇത് കൊണ്ടുപോകേണ്ടത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ഞാനും കൂടെ ഇന്ന് പറഞ്ഞേണ്ട കാര്യം തന്നെയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുവാൻ ഈ സ്ഥലത്തിന് വേണ്ടി പലരും പല ഗവൺമെന്റിന് തന്നെയായിട്ടും പല കാര്യങ്ങൾക്കും നോട്ടമിട്ടിട്ടുണ്ട്. എന്നാൽ ഇക്കൊല്ലം കാലവർഷം ദുർബലമായതിനാൽ കാര്യമായ മഴ ലഭിക്കാത്തത് പദ്ധതി നടത്തിപ്പിനെക്കുറിച്ച് ആശങ്ക ഉയർത്തുന്നുണ്ട്. പറക്കിത്താനം മേഖലയ്ക്ക് താഴെയായി ജലസേചനത്തിന് ഉപയുക്തമായിട്ടുള്ള ഒരു കുളം മാത്രമാണുള്ളത്. ഇതും വേനൽക്കാലത്ത് പറ്റും. ഇവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് എത്തിച്ചാൽ മാത്രമേ പദ്ധതി പ്രദേശത്ത് വെള്ളമെത്തിക്കാൻ കഴിയൂ. ഈ മേഖലയ്ക്കായി പുതിയ ഇറിഗേഷൻ പ്രോജക്ടുകളും കുഴൽക്കിണർ എന്നിവ സ്ഥാപിക്കുന്നതിന് അധികൃതർ പദ്ധതികൾ ജില്ലാ പഞ്ചായത്തിന്റെ പരിഗണനയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപ അടങ്കൽ തുക വരുന്ന പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ബിനു, ജില്ലാ പഞ്ചായത്ത് അംഗം മിനി ബാബു, പഞ്ചായത്ത് പ്രസിഡന്റ് TS രമാദേവി, പഞ്ചായത്ത് അംഗം സോഫിയമ്മ പീറ്റർ, തൊഴിലാളി യൂണിയൻ നേതാക്കളായ സദാനന്ദ ശങ്കർ, MG ശ്രീധരൻ, സണ്ണി ചിറ്റക്കോടം, ഐസക് ജോൺ പൈനാപ്പിളിൽ എന്നിവരും ഫലവൃക്ഷത്തൈകൾ നട്ടു. കോട്ടയം ജില്ലയിലെ ജില്ലാ കൃഷിത്തോട്ടമാണ് കോഴയിൽ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 98 ഏക്കറോളമുള്ള ഈ ഫാമിൽ നിരവധി സ്ഥലം കൃഷി ചെയ്യാതെ തരിച്ചു കിടക്കുന്നുണ്ട്. കുറേ ഭാഗം നല്ല കാട് പിടിച്ചൊക്കെ കിടക്കുന്ന ഒരു രീതിയിലായിരുന്നു. അപ്പോൾ നമ്മളത് കാട് വെട്ടിത്തെളിച്ച് അവിടെ നല്ല ഇനം ഫലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുകയും നല്ല മാതൃവൃക്ഷത്തോട്ടം തയ്യാറാക്കുകയും എന്നുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിന്ന് ആരംഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഫാമിന്റെ വികസന പ്രവർത്തനങ്ങൾ എന്നുള്ള രീതിയിൽ ഫാമിനെ അത് നല്ല മാതൃകാ തോട്ടമാക്കുന്നതിനുള്ള എല്ലാ ഹൈടെക് പ്രവർത്തനങ്ങളും നമ്മളിവിടെ തയ്യാർ ചെയ്യണമെന്ന് ലക്ഷ്യമിടുകയാണ്. അതുപോലെ തന്നെ പച്ചക്കറി തൈകളും പച്ചക്കറി വിത്തും കൂടുതലായി ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും ചെയ്തു വരികയാണ്. ഇവിടെ ജില്ലാ പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ കേരള സർക്കാരിന്റെ വിവിധ ഏജൻസികളുടെയും സഹകരണത്തോടു കൂടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ലക്ഷ്യമിട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ തൊഴിലാളികളെ അവരുടെ തൊഴിൽ
അവസരങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ ദിനങ്ങൾ മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് ഈ ഫാമിനെ ഒരു നല്ല മാതൃകാ തോട്ടമായിട്ട് വികസിപ്പിക്കുവാൻ ഞാൻ ലക്ഷ്യമിടുന്നു. പുതിയ തയ്യാണ് പറഞ്ഞുകൊണ്ട് വെച്ചത്. ആ വെച്ചത് വേണ്ടിയിട്ടുണ്ടോ അതൊരു കംപ്ലൈന്റ് വന്നിട്ടില്ല. ഇവിടെ കുരുമുളകൊക്കെ നടത്തും. കരോട്ട് മുഴുവൻ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അത് വെട്ടിക്കളഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഇടയ്ക്ക് വല്ലപ്പോഴും പോയ ഒരു കൃഷി തൊഴിലാളി ഇല്ലാതില്ല. ഇപ്പം 62 തൊഴിലാളികളുണ്ടായിരുന്ന സ്ഥാപനത്തിൽ 87 വരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വന്നിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ റോസ് തുടങ്ങിയ എല്ലാ അലങ്കാര ചെടികളോടും ജില്ലാ ഫാമിന്റെ പ്രവർത്തനത്തിൽ നേരിയൊരു പുരോഗതി കാണുന്നുണ്ട്. അതിൽ സന്തോഷമുണ്ട്. കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഫാം രൂപീകരിച്ചിട്ടുള്ളത്. ഇടക്കാലം കൊണ്ട് അതിന്റെ വികസനം മുരടിക്കാണ് ഉണ്ടായത്. ഇപ്പം അതിൽ നിർണായകമായ ഒരു മാറ്റം സൂചിപ്പിക്കുന്ന ചില സാധ്യതകൾ കാണുന്നുണ്ട്. അതായത് പൂർണ്ണതയിൽ എത്തണമെന്നാണ് CITന്റെ നിലപാട്. NC റോഡ് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനം നിരവധിയായ വികസന സാധ്യതകൾ കാർഷിക മേഖലയിൽ ഉണർവുണ്ടാക്കുന്ന ചില സാധ്യതകൾ ഈ സ്ഥാപനത്തിനുണ്ട്. അതിനനുസരിച്ച് ജില്ലാ പഞ്ചായത്തും മറ്റ് സർക്കാർ സംവിധാനങ്ങളും ഫാമിലി ഉദ്യോഗസ്ഥന്മാരും തൊഴിലാളികളും ചേർന്ന് പ്രവർത്തിക്കാൻ ഇതിന്റെ സാധ്യത വളരെയധികമുണ്ട്. അത് പ്രയോജനപ്പെടുത്തുവാൻ ഈ പറഞ്ഞ എല്ലാ സാഹചര്യങ്ങൾക്കും കഴിയണം എന്നാണ് CITന്റെ അഭിപ്രായം. കളത്തൂരിൽ മാതാവിന്റെ തിരുസ്വരൂപത്തിന്റെ കൈ തകർത്ത സംഭവം കുറവലങ്ങാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അന്വേഷണം മുന്നേറുന്നില്ലെന്ന് ആക്ഷേപം. പുരോഗമനത്തിലെന്ന് പോലീസ്. കളത്തൂർ സെന്റ് മേരീസ് പള്ളി വികാരി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കുറവലങ്ങാട് പോലീസിന്റെ നേതൃത്വത്തിൽ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. കുറവലങ്ങാട് പോലീസ് സബ് ഇൻസ്പെക്ടർ CB തോമസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. കഴിഞ്ഞ ബുധനാഴ്ചയാണ് കളത്തൂരിൽ മാതാവിന്റെ തിരുസ്വരൂപത്തിന്റെ കൈ തകർത്ത സംഭവം ഉണ്ടായതെന്നാണ് കരുതപ്പെടുന്നത്. വ്യാഴാഴ്ച പകൽ സമയത്താണ് കൂടുതൽ പേർ സംഭവം ശ്രദ്ധയിൽപ്പെടുകയും അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തത്. എന്നാൽ കേസന്വേഷണം മതിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നില്ലെന്നുള്ള ആക്ഷേപം ശക്തമായിട്ടുണ്ട്. തിരുസ്വരൂപത്തിന്റെ കൈ തകർത്ത സംഭവം ഉണ്ടായിട്ടും വിരലയാള വിദഗ്ധരെ എത്തിക്കുവാനോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പോലും സ്ഥലത്തെത്തി അന്വേഷണം നടത്തുവാനോ തയ്യാറാകുന്നില്ല പരാതി ചില കോണുകളിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. എന്നാൽ അന്വേഷണം സജീവമാണെന്ന് പോലീസ് വീണ്ടും ആവർത്തിക്കുകയാണ്. ഞങ്ങൾ അറിയുന്നത് ഇന്നലെ വിളിച്ചായിരുന്നു. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇവിടെ അല്ലാണ്ട് അച്ഛനെ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ പരാതി കൊടുത്തു. എങ്ങനെയുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഏതെങ്കിലും എന്തെങ്കിലും ഒരു മാനസികരോഗികളോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു മൂത്ത ആരെങ്കിലും ഒറ്റയ്ക്ക് ചെയ്തൊരു കേസാണ്. ഒരു പുസ്തകം ഉറങ്ങുമ്പോഴാണ് അടിച്ചത്. കാരണം അതിൽ മുഴുവൻ അവിടെ പൊടിഞ്ഞു കിടപ്പുണ്ടായി. ഞങ്ങളൊന്ന് നോക്കുമ്പോൾ ആ മുഴുവൻ അവിടെ പൊടിഞ്ഞു കിടപ്പുണ്ടായി. റബ്ബറിന്റെ ഒരു കമ്പ് ഒരു പുസ്തകം മുമ്പോണ്ടാണ് അടിച്ചത്. നമുക്ക് മനഃപൂർവ്വം ചെയ്തതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. മനഃപൂർവ്വം ആരും ചെയ്യില്ല. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. വിശുദ്ധ അൽഫോൺസാമ്മ സുഹൃതങ്ങളുടെ വിളനിലമെന്ന് മാർ ജെയിംസ് പഴയാറ്റിൽ. ഭരണങ്ങാനം വിശുദ്ധ അൽഫോൺസ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകുകയായിരുന്നു ബിഷപ്പ്. മണൽത്തരി പോലെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ എല്ലാവരാലും ചവിട്ടമേക്കപ്പെട്ടും ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു വിശുദ്ധ അൽഫോൻസാമയുടേതെന്ന് മാർ ജെയിംസ് പഴയാറ്റിൽ പറഞ്ഞു. മണൽത്തരി പോലെ ജീവിക്കാൻ ആഗ്രഹിച്ച അൽഫോൻസാമ ഇന്ന് ഉയർച്ചയുടെ വലിയ ലോകത്ത് വിരാജിക്കുകയാണ്. എളിമ എന്ന പുണ്യത്തിനാണ് ഇതിന് അടിസ്ഥാനം. രോഗപീഠകളിൽ ആരോരും പരാതി പറയാതിരുന്ന അൽഫോൻസാമ ചെറിയ ദുഃഖങ്ങളിൽ പോലും പരിഭവിക്കുന്നവർക്ക് കരുത്താകണമെന്നും മാർ പഴയാറ്റിൽ പറഞ്ഞു. അൽഫോൻസാമയുടെ വിശ്വാസ തീക്ഷ്ണത ഏറ്റുവാങ്ങുവാൻ സമൂഹം തയ്യാറാവണം. സഹനം സ്നേഹത്തിനുള്ള വിഷയമാണെന്ന് കണ്ടെത്താനുള്ള പരിശീലനമുണ്ടാകണം. ലോകപ്രശസ്തി ആഗ്രഹിക്കാതിരുന്ന അൽഫോൻസാമ സുഹൃത്തുക്കളുടെ വിളനിലമായിരുന്നെന്ന് മാർ ജെയിംസ് പഴയാറ്റിൽ വിശുദ്ധ കുർബാന മധ്യേ നൽകിയ സന്ദേശത്തിൽ പറഞ്ഞു. അൽഫോൻസ തീർത്ഥാടന കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ തോമസ് കാരാച്ചിറയിൽ, ഫാദർ ചെറിയാൻ പാറക്കുളങ്ങര എന്നിവർ സഹകാർമ്മികരായി. തിരുനാളിന്റെ 3-ാം ദിവസമായ ശനിയാഴ്ച മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് ബെസോലിയോസ് മാർ ക്ലീമീസ് കാതോലിക്ക ബാമ ഭരണങ്ങാനത്ത് വിശുദ്ധ അൽഫോൻസാമയുടെ സഭയത്തിലെത്തി വിശുദ്ധ കുർബാന അർപ്പിക്കും. ദൈവാനുസരണം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥനാപൂർവ്വം പ്രതീക്ഷ പറഞ്ഞ് ആശംസിക്കട്ടെ. അൽഫോൻസ് മരിച്ച് ഒരിടത്തേക്ക് മുമ്പേ തന്നെ എന്റെ വീട്ടിൽ നിന്ന് ഞാനടക്കം അതിവേഗ റെയിൽവേ കോറിഡോർ പദ്ധതിക്കായി കടുത്തുരുത്തി മേഖലയിൽ ഏരിയൽ സർവേ നടത്തി. ജനങ്ങൾ പ്രതിഷേധത്തിലും പരിഭ്രാന്തിയിലും. അതിവേഗ റെയിൽവേ കോറിഡോർ പദ്ധതിയുടെ ഭാഗമായിരുന്നു ഹെലികോപ്റ്ററിലെ സർവേ ഒരു വിഭാഗം ജനങ്ങളെ പരിഭ്രാന്തരാക്കിയതായി വിലയിരുത്തപ്പെടുന്നുണ്ട്. തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെ ഏകദേശം 571 കിലോമീറ്റർ നീളമുള്ള പദ്ധതിയുടെ സാറ്റലൈറ്റ് ട്രാക്ക് സർവേ 3 മാസങ്ങൾക്ക് മുമ്പ്
പൂർത്തിയാക്കിയിരുന്നു. DMRC പഠനത്തെ തുടർന്ന് ഭൂമി ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായുള്ള സർവേ കടുത്തുരുത്തി മേഖലയിൽ നടന്നുവരികയാണ്. കടുത്തുരുത്തി, ആപ്പാഞ്ചിറ, വാലാച്ചിറ, ആദിത്യപുരം, ഇരവിമംഗലം, കീഴൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ മഞ്ഞ വരകളാൽ മാർക്കിംഗ് നടത്തിയും നമ്പർ രേഖപ്പെടുത്തിയും ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. 110 മീറ്റർ വീതിയിലാണ് ഭൂമി ഏറ്റെടുക്കുന്നതെന്ന് പറയപ്പെടുന്നു. അതിവേഗ ട്രാക്കും അതിന് ഇരുവശത്തായി സർവീസ് റോഡും ഉൾപ്പെടുത്തിയാണ് പദ്ധതി രൂപീകരണം. ഭൂവുടമകൾക്കോ ജനപ്രതിനിധികൾക്കോ സർവേ നടപടികളെക്കുറിച്ച് വ്യക്തതയില്ലെന്നുള്ളതാണ് പ്രതിഷേധത്തിന് ഒരു കാരണം. വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും നടുവിലൂടെയും ആരാധനാലയങ്ങൾക്ക് സമീപത്തൂടെയും ചിലയിടങ്ങളിൽ ആരാധനാലയങ്ങളിൽ ചില കേടുപാടുകൾ വരുത്തിയും അതിവേഗ റെയിൽവേ കോറിഡോർ പദ്ധതി വരുന്നതായാണ് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. നിർദ്ദിഷ്ട പദ്ധതിയുടെ ഭാഗമായി നിരവധി വീടുകളുടെ ഭിത്തിയിലും മതിലിലും മരങ്ങളിലും കിണറിന്റെ ഭിത്തിയിലും അടയാളങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട്. കോറിഡോറിനായി സർവേ നടത്തിയ സ്ഥലത്ത് സാമൂഹ്യ പ്രവർത്തകർ ഏകദേശം 4 കിലോമീറ്റർ ദൂരം ഉൾപ്പെടുത്തി നടത്തിയ പഠനത്തിൽ മേഖലയിൽ മാത്രം 200-ലധികം വീടുകളും ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളും വിദ്യാലയങ്ങളും കോൺവെന്റുകളും ദേവാലയങ്ങളും സെമിത്തേരികളും കുടിയൊഴിപ്പിക്കേണ്ടി വരുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. കേരളത്തിന്റെ പാരിസ്ഥിതിക വ്യവസ്ഥ തകിടം മറിക്കുവാൻ പദ്ധതി കാരണമാക്കുമെന്ന് ഒരു വിഭാഗം ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പദ്ധതി ബാധിതരുടെയും അവരോട് അനുഭാവം പ്രകടിപ്പിക്കുന്നവരുടെയും കൂട്ടായ്മ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 ഇരവിമംഗലം സെന്റ് മേരീസ് പള്ളി പാരിഷ് ഹാളിൽ ചേരാനും തീരുമാനിച്ചിട്ടുണ്ട്. ഫാദർ സതീഷ് രാമച്ചനാട്ട് അധ്യക്ഷത വഹിക്കും. കോഴ പാല റോഡ് വീതി കൂട്ടി പുതിയ വികസനം നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. കോഴ പാല റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിലാണ് പുതിയ ജനകീയ ആവശ്യം. കഴിഞ്ഞ ദിവസം സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് 40ഓളം പേർക്ക് പരിക്കേറ്റതാണ് അവസാന അപകടം. മുൻപ് ആണ്ടൂരിൽ ഓട്ടോറിക്ഷ യാത്രക്കാരനായ വൃദ്ധൻ അപകടത്തിൽ മരിച്ചിരുന്നു. കോഴ പാല റോഡ് വികസനത്തിന് സംസ്ഥാന ബജറ്റിൽ ഇടം തേടിയതിന് പിന്നാലെയാണ് വളവുകൾ പൂർണ്ണമായി നിവർത്തിയും ആവശ്യമുള്ള സ്ഥലങ്ങളിൽ വീതി കൂട്ടിയും കോഴ പാല റോഡ് വികസിപ്പിക്കണമെന്ന ജനകീയ ആവശ്യം ശക്തമായിരിക്കുന്നത്. കഴിഞ്ഞ ഇടതുപക്ഷ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന മോൻസ് ജോസഫിന്റെ ശ്രമഫലമായി 24 കോടി രൂപ വിനിയോഗിച്ചാണ് പാല മുതൽ കടുത്തുരുത്തി വരെയുള്ള 24 കിലോമീറ്റർ റോഡ് യാത്രായോഗ്യമാക്കിയത്. KSTP നിലവാരത്തിൽ റോഡ് യാത്രായോഗ്യമായതോടെ വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കുമടക്കം ഏറെ നേട്ടമായിരുന്നു. എന്നാൽ റോഡിൽ ആവശ്യത്തിന് ഭൂമി ഏറ്റെടുത്ത് വീതി കൂട്ടുന്നതിന് കഴിയാതിരുന്നതിനാൽ റോഡിന്റെ വികസനം പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. കുറഞ്ഞത് പൊന്നും വിലക്കെങ്കിലും സ്ഥലം ഏറ്റെടുത്ത് വീതി കൂട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചാൽ മാത്രമേ സ്വകാര്യ ഭൂവുടമകൾ ഭൂമി വിട്ടു നൽകുകയുള്ളൂ എന്നുള്ളതാണ് സ്ഥിതി. എന്നാൽ KSTP റോഡ് നിർമ്മാണ വ്യവസ്ഥകൾക്കനുസരിച്ച് ഇതിന് പണം വകയിരുത്താൻ ആകില്ല എന്ന സാഹചര്യത്തിലാണ് വീതി കൂട്ടൽ നടക്കാതെ പോയത്. എന്നാൽ ചിലയിടങ്ങളിൽ സ്വകാര്യ വ്യക്തികൾ സ്വമേധയാ മുന്നോട്ട് വന്ന് റോഡ് വികസനത്തിനായി സ്ഥലം വിട്ടു നൽകിയിരുന്നു. എന്നാൽ പലയിടങ്ങളിലും സാധാരണ ചെറു റോഡുകളുടെ അത്ര പോലും വീതിയില്ലാത്ത സാഹചര്യമാണുള്ളത്. ഇത് ഗതാഗതയോഗ്യമായ റോഡിൽ അപകടങ്ങൾക്ക് കൂടുതൽ സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. അടുത്ത വികസന പദ്ധതിയിൽ റോഡ് പരിപൂർണമായി വീതി കൂട്ടി വികസിപ്പിക്കണമെന്നാണ് ജനകീയ ആവശ്യം ശക്തമായിട്ടുള്ളത്. ഇനി ഒരു ഇടവേള.